ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഇസ്രായേലും ഇറാനും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ റഷ്യയുൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇറാനോടാണ് താൽപര്യം. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം രണ്ട് അച്ചുതണ്ടിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സമാധാനത്തിന്റെ മാർഗങ്ങൾ എന്നേക്കുമായി അടഞ്ഞുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഹമാസും രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ ആര് മധ്യസ്ഥത വഹിക്കുമെന്ന ചോദ്യം അപ്രസക്തമാവുകയാണ്. ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകമാണ് പെട്ടെന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് കളമൊരുക്കിയത്. ഹമാസ് ഇറാൻ ചേരിപ്രകോപനമില്ലാതെ നിൽക്കാൻ കാരണക്കാരിൽ ഒരാളായിരുന്നു കൊല ചെയ്യപ്പെട്ട ഹനിയ. എന്നാൽ ഹനിയയ്ക്ക് പകരക്കാരനായി എത്തുന്നത് യഹിയ സിൻവാർ ആണ്. ചൊവ്വാഴ്ച വൈകി ഹമാസ് ഇക്കാര്യം പ്രഖ്യാപിക്കുമ്പോൾ പല രാജ്യങ്ങളും ഞെട്ടിയിരിക്കാം. കാരണം അടിക്ക് തിരിച്ചടി എന്ന നിലപാടുള്ള വ്യക്തിയാണ് യഹിയ സിൻവാർ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. അടുത്തിടെ ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രക്കാരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള യഹിയ സിൻവാർ. പശ്ചിമേഷ്യൻ മേഖല യുദ്ധഭീതിയിൽ നിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകൊട്ട സിൻവാർ ചുമതലയേൽക്കുന്നതിനെ ആശങ്കയോടെയാണ് ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത്. ഗാസ ആസ്ഥാനമായാണ് യഹിയ സിൻവാർ കാലങ്ങളായി പ്രവർത്തിക്കുന്നതും. തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ 1-ാം നമ്പറുകാരനാണ് യഹിയ സിൻവാർ. അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിന് നൽകുന്നത്. കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനിയുണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വെക്കുന്നതും. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകൾ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരുപാട് പോലും പിന്നോട്ടു പോകാൻ സിൻവാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ അടിക്ക് തിരിച്ചടി എന്ന നിലപാടിലേക്ക് സ്വാഭാവികമായും ഇറാനും മാറും. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് 1982-ലും 1985-ലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ 1988-ൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 4 തവണ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയുമായിരുന്നു. 22 വർഷക്കാലം ഇസ്രായേലിൽ തടവ് ശിക്ഷ അനുഭവിച്ച സിൻവാർ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011-ലാണ് പുറത്തിറങ്ങുന്നത്. പിന്നീടാണ് ഹമാസിന്റെ കർക്കശത്തിൽ മുഖമായി സിൻവാർ മാറുന്നതും ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതെന്നും കാണാൻ സാധിക്കും.